പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ പുതിയ ചായക്കടയിൽ നല്ല തിരക്കാണ്. ചായയ്ക്കും പലഹാരങ്ങൾക്കും നിങ്ങൾ നൽകുന്ന തുകകൾ കൊണ്ട് ചില ജീവിതങ്ങൾ വീണ്ടും തളിർക്കും. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കാവശ്യമായ തുക കണ്ടെത്തുന്നതിന് ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ചായക്കട ഒരുക്കി. ടി.ഐ. മധുസൂദനൻ MLA അടക്കമുള്ളവർ ചായക്കടയിലെത്തി. വയനാടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള തുക കണ്ടെത്തുന്നതിനായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ മേഖലാ കേന്ദ്രങ്ങളിൽ ചായക്കടകൾ ഒരുക്കിയത്. വയനാട്ടിൽ സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രയാസമുണ്ടായിട്ടുള്ള നിമിഷം മുതൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിലേക്കും ആ ദുരന്തം മുഖത്തും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സാധനങ്ങളിലൂടെ ശേഖരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിലും ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ദുരന്തമനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് 25 കുറയാത്ത വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. വലിയ പ്രതികരണമാണ് ഈ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുള്ള പണപ്പിരിവില്ലാതെ, ആരിൽ നിന്നും നേരിട്ട് പണം സ്വീകരിക്കാതെ വ്യത്യസ്തമായ വഴികളിലൂടെ മുൻ മാതൃക ഡിവൈഎഫ്ഐയുടെ മുന്നിലുണ്ട്. ആക്രി പറക്കിയിട്ടും അതുപോലെ തന്നെ പഴയ പത്രങ്ങളും എല്ലാം പറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പയ്യന്നൂരിൽ 254 യൂണിറ്റുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചലഞ്ച് നടത്തിക്കൊണ്ട് കച്ചവടം കഴിയാവുന്ന നിലയിലേക്ക് അതിന് സഹായിക്കുന്ന നിലയിലേക്ക് ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഒരു ചായക്കട എന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനമാണ്. രാവിലെ ഈ മണിക്കൂറുകൾക്കിടയിൽ തന്നെ വലിയ നിലയിലേക്ക് ആളുകൾ, പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ള ആളുകൾ ഇതിനോട് പ്രതികരിക്കുകയാണ്. നല്ല നിലയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിന് വലിയ പിന്തുണ പയ്യന്നൂരിൽ നിന്നും എല്ലാ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ചായക്കട ഒരുക്കിയത്. ടി.ഐ. മധുസൂദനൻ MLA, മുൻ MLA സി കൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വി നാരായണൻ, പി സന്തോഷ്, M രാഘവൻ, PV കുഞ്ഞപ്പൻ, ശില്പി ഉണ്ണീക്കാനായി, സിനിമാ താരങ്ങളായ അഖില ഭാർഗവൻ, KU മനോജ്, ഗായകൻ അലോഷി ആഡംസ്, ടി വിശ്വനാഥൻ, KK കൃഷ്ണൻ എന്നിവർ ചായക്കടയിലെത്തി. 3 Dots Media, പയ്യന്നൂർ.